ക്രോസർ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ശരിക്കും ഈ പാട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? ஒரு பறவை அது பேரு பருந்த அந்த பருந்து கீழே 100 பசங்க ஒடி ஒளிஞ்சா மட்டும் வந்து தொடுவேன் அதை தடுக்க கூட யாரும் பத்தல பட்ட விட்டு பண்ணு தத்து பட்ட கள்ளம் பட்டையில் நிறந்தது பல விதம் அடி இடி தடா என்னும் தினம் அது கருஷிதம் தானே தானே சேர்ந்த கூட்டமே வட்டமிட்டு பிடிச்சொரு பருந்தின் துணா இடம் வலம் என்னும் நிற நிறையாய் பரவுகிறோம் തലവെട്ടും കൂട്ടം അതിരടി പയ്യറ്റിൻ ആട്ടം വള്ളി ടീംസിന് കുറച്ച് റോള് കൂടുതലായിരുന്നു. തലവെട്ടും കൂട്ടം അതിരടി പയ്യറ്റിൻ ആട്ടം എതിരിട്ട കൊമ്പൻ കൊലവിളി കണ്ടാലോടും വൈ തമിഴ് എന്നിടാ. നമ്മുടെ എല്ലാ പാട്ടും തമിഴില, പഴയ പാട്ടും തമിഴില, മനസ്സിലായ? എല്ലാ പാട്ടും തമിഴിലാണ്. എന്റെ ഫേവറേറ്റ് ലൈൻ ഇതാ കേട്ടാ, പറയാതിരിക്കാൻ വയ്യ. ഇതും ഇത് കഴിഞ്ഞിട്ട് വരുന്ന വേറൊരു ലൈനോടുണ്ട്, അത് രണ്ടാണ് എന്റെ ഫേവറേറ്റ് ലൈൻ. ഇത് കഴിയുമ്പോ ഉള്ള ലൈൻ. സോങ് മാത്രമായിട്ട് എല്ലായിടത്തും കുറെ പേര് പറഞ്ഞു സോങ് മാത്രമായിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാൻ. സോങ് മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യണോ? ഞാൻ വേണമെങ്കിൽ അത് സോങ് മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ സ്പോട്ടിഫൈലൊക്കെ വരും. യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യണം. എല്ലാത്തിലും വരും ചോദിക്കും, എല്ലാത്തിലും വരും. സ്പോട്ടിഫൈലെല്ലാം വരും. മനസ്സിലായി. ശരിക്കും ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ഇത്രയും ദിവസം നിങ്ങളിൽ ഒരാളെ പോലും ഉപദ്രവിക്കാനും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാനും വന്നിട്ടില്ല. എല്ലാരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിറ്റുവേഷൻ എടുക്കരുത്. MRC ആയിട്ട് സിറ്റുവേഷൻ എടുക്കേണ്ട, വേണ്ട. നമുക്കിപ്പോ ആവശ്യത്തിന് കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. അവരൊന്നും ഇവിടെ സെറ്റായി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയി സിറ്റുവേഷൻ എടുക്കുന്നില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നിട്ട് ഇവന്മാരിങ്ങനെ അമ്പി കളിക്കരുത്, അതാ ഞങ്ങൾക്ക് പറയുള്ളൂ. അമ്പി കളിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ പിള്ളേർക്ക് ഈ കുറച്ച് ദിവസമായിട്ട് എങ്ങനെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്ത് വെക്കണം എന്ന് ഭയങ്കര ഒരു ഇന്റൻഷൻ ഉണ്ട്. ഒന്നും ചെയ്തില്ലല്ലോ, അടിക്കേണ്ട ആവശ്യം. എന്താ പറഞ്ഞ അമ്പത്തൂരിന്റെ ഞാൻ പറയണത് ഔട്ടെക്സിന്റെ ഒബ്സർവേഷൻ എന്ന് പറയണതുണ്ടല്ലോ, അത് എനിക്ക് നിങ്ങളുടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയത്തില്ല. കാരണം ഒരു സിറ്റുവേഷൻ വരുമ്പം ഞാൻ അവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ഐഡിയ പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം ചെയ്യാൻ, ഇങ്ങനെ വേണം ഇതാക്കാൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അവൻ കുറച്ച് BGMസും കുറച്ച് സാധനങ്ങളും ചൂസ് ചെയ്യും. ആ ചൂസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ അവൻ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കണമെന്ന്. അവൻ അത്രയും ശരിക്കും പറഞ്ഞാൽ അവൻ അത്രയും ഒബ്സർവ് ചെയ്യുന്നുണ്ട്.
പറയാതിരിക്കും. ഈ ഇൻട്രോ സീൻ ഉണ്ടല്ലോ ഗൈസ്, ഇതിനകത്ത് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. അവന്റെ ചേട്ടൻ ആക്സിഡന്റ് ആയിരുന്നു. അപ്പൊ അവന്റെ ചേട്ടൻ ആക്സിഡന്റ് ആയി, അവന്റെ വീട്ടിലെ ട്രാൻസ്ഫോമർ അടിച്ചുപോയി, എല്ലാം. അവന്റെ ലാപ്ടോപ്പിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ഇമാജിൻ ചെയ്യുന്നത് പോലത്തെ ഒരു അവസ്ഥയല്ല. അപ്പം എനിക്ക് സെക്യൂർ ആക്കേണ്ട ഒരു പയ്യൻ അവനാണ് ടി വിക്കകത്ത്. അപ്പോൾ ആ ലിമിറ്റഡ് ആയിട്ട് അത് കാസ്ട്രോ അന്ന് ഗിഫ്റ്റ് ചെയ്ത ഒരു ലാപ്ടോപ്പിലാണ് അവൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഗൈസ് നിങ്ങൾക്ക് അതിന്റെ അവസ്ഥ അറിയാത്തോണ്ടാണ്. ഞാനത് കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുവാണ്. അവൻ എന്നെ ഒരു വീഡിയോ കാണിക്കണമെങ്കിൽ പോലും അവൻ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ റെൻഡർ ചെയ്തിട്ട് വരാം, ഞാൻ റെൻഡർ ചെയ്തിട്ട് വന്നിട്ട് കാണിക്കാം, അല്ലാതെ എനിക്കിത് അവൻ്റെ അകത്ത് നോർമലി അവൻ ചെയ്യുന്ന സാധനം റെൻഡർ ചെയ്യാതെ നോർമലി ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാൻ പോലും പറ്റാത്തൊരു ലാപ്ടോപ്പിൽ അവൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവന്റെ വീഡിയോക്കകത്ത് പോയിട്ട് AI എന്നൊക്കെ പറയുമ്പോൾ അവൻ ബ്ലെൻഡറിലൊക്കെ എന്തോരം സമയം അൺറിയൽ എഞ്ചിനിലും അതിനകത്തൊക്കെ ഇരിക്കുന്നുണ്ടോന്ന് അറിയാം. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ അവൻ എങ്ങനെ വെറുതെ അവൻ AI ക്ലിപ്സ് ഒക്കെ വളരെ ചെറിയ കട്ട്സിനൊക്കെ വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മറ്റേ ഈ GTA സിനിമാറ്റിക്സിൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ, അതൊക്കെ ബാക്കിയുള്ളതെല്ലാം അൺറിയൽ എഞ്ചിനിൽ അത്രയും അവൻ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ പോയി AI എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്തു വെക്കുന്നവന്റെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതിനെ നമ്മൾ വാല്യൂ ചെയ്യാതെ ഇതാക്കുന്നുള്ളൂ. എത്ര ഇഷ്ടമല്ലാത്ത ആളാണെങ്കിലും ഇപ്പൊ എന്നോടുള്ള എതിർപ്പാണെങ്കിൽ പോലും അവന്റെ വീഡിയോയിൽ അത് എക്സ്പ്രസ് ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ പറയണ കാര്യം മനസ്സിലാക്കണം. ഇവരിവിടുത്തെ കാര്യങ്ങളിലേക്കൊന്ന് അഡാപ്റ്റീവ് ആയി വരുന്നതേ ഉള്ളൂ. ഇതിന്റെ പേരിൽ സംസാരിച്ച് വഷളാക്കാൻ പോകണ്ട. എന്തായാലും സോറി ബ്രോ, എക്സ്ട്രീംലി സോറി. ഞാൻ വിട്ടെന്നാ ഇവർക്ക് ഇവരുമായിട്ട് അടി ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഞാൻ രണ്ടീന്ന് പറഞ്ഞു. അപ്പൊ ഇവനിത് ബാക്കിൽ നിന്ന് കണ്ടു, ഓന് കൊണ്ടു, മനസ്സിലായോ? അതെനിക്കും തോന്നുന്നുണ്ട്. ഒന്നെങ്കിൽ ലീഡറിനോട് ഗോ ലീഡറിനോട് പറയാനുള്ള ധൈര്യം വേണം. നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് താങ്ങി നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങളാണെന്ന് അറിഞ്ഞിട്ട് നമ്മളത് മാന്യമാരിയായിട്ടല്ലേ നിങ്ങളോട് സംസാരിക്കുന്നേ. അമ്പി അവന്റെ തന്ത കൺവേർട്ട് അടിക്കുന്നേ. നമ്മൾ കറന്റ് സസ്പെൻഷനിലാണ്. സസ്പെൻഷൻ ആണെങ്കിൽ വള്ളി പിടിച്ച് നടക്കുന്നേ. ആര് പള്ളി പിടിച്ചു ബ്രോ? നമ്മൾ എന്ത് ന്യായീകരണമാണ്? നമ്മൾ വന്ന കാർ എടുത്തോണ്ട് ചാടി കയറാൻ പോയി, എന്നിട്ട് മാന്യമായിട്ട് ഇറങ്ങാൻ പറഞ്ഞ് വണ്ടി ഇടിച്ച് ഇട്ടിട്ട് പോയിട്ട് പിന്നെ എങ്ങനെയാണ് ഇതല്ലെന്ന് പറയണേ? അവസാനം വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് നമ്മളോട് പറയരുത് നമ്മളാണ് സിറ്റുവേഷൻ എടുക്കണം, നമ്മൾ ഹേറ്റ് ഉണ്ടാക്കണം, നമ്മൾ അങ്ങോട്ട് പോകുന്നു, അറ്റൻഷൻ കേവിയോ ആരോ ആയിക്കോട്ടെ, ആരുടെ സോൾവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സിറ്റുവേഷൻ എടുക്കുന്നവന്മാരോട് ചോദിക്കണം, നിങ്ങൾക്കിത് സോൾവ് ചെയ്യണോ, നിങ്ങൾക്കിത് ഇതാക്കണോ എന്ന്. അല്ലെങ്കിൽ അവന്മാർ നാളെ നിങ്ങൾക്ക് ഇതിൽ തിരിയും. 100% ഞാൻ ഉറപ്പ് പറയാം. ഷേക്കാൻ മാക്കെ നിങ്ങൾക്ക് ഇതല്ലേ ആയിട്ട് പറയണേ, ഞങ്ങളോട് ഫ്രണ്ട്ലി ആവണ്ട ബ്രോ, ഫ്രണ്ട്ലി ആവണ്ട. എനിക്ക് ഇത്ര നാൾ മറ്റേ HF ഇവിടെ മുഞ്ചി തെറ്റി നടന്ന കിട്ടങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് കുറെ എണ്ണം. അവന് ക്ലിയർ ആയിട്ട് അറിയാം അത് TV ആണെന്ന്, ഒരു സംശയമില്ല. ഇതിന്റെ അപ്പുറത്ത് വേഴ്സാവും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അന്ന് തൊട്ടേ ഒരു അടി പ്രതീക്ഷിച്ച ആൾക്കാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. ഈ എന്റെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് സിറ്റുവേഷൻ എടുക്കുമ്പം ഉറപ്പായിട്ടും അത് കണ്ടോണ്ട് മിണ്ടാണ്ടിരിക്കാനും ഇതാക്കാനും പറ്റത്തില്ല. ഞാൻ എത്രയും ദിവസം ഇവരുടെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞു. ഇനി ഞാൻ പിടിച്ചു നിർത്തത്തില്ല കോച്ച്, ഇവരെ ആരെയും ഞാൻ പിടിച്ചു നിർത്തില്ല. ഇത് സിറ്റുവേഷൻ ആക്കി കണ്ടിന്യൂ ചെയ്തോളൂ. എന്റെ അമ്മ അതൊക്കെ വന്നുണ്ട്. അത് നിങ്ങൾ ആ ഒരു എന്താ പറയാ, അതിന് ഞാൻ എന്ത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ആ ഒരു സാധനം ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ കയറി വന്നോണ്ട് അത് കൊന്നു കേട്ടില്ല. ഞാൻ എത്രയും ദിവസം ഇവരുടെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞു. ഇനി ഞാൻ പിടിച്ചു നിർത്തത്തില്ല കോച്ച്, ഇവരെ ആരെയും ഞാൻ പിടിച്ചു നിർത്തില്ല. ഇത് സിറ്റുവേഷൻ ആക്കി കണ്ടിന്യൂ ചെയ്തോളൂ. ഞാനൊരു സത്യം പറഞ്ഞാൽ ഈ പാട്ട് ഇപ്പൊ കേൾക്കുമ്പോ എനിക്ക് TVയെ മാത്രമേ ഓർമ്മ വരുള്ളൂ. എനിക്ക് വേറെ ഒന്നും ഓർമ്മ വരില്ല. സാധാരണ നമുക്കിപ്പോ ഓരോ BGMന് ഓരോ സാധനങ്ങൾ ഓർമ്മ വരുമല്ലോ. ഈവൻ ദോ ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലെങ്കിൽ പോലും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇപ്പൊ കേൾക്കുമ്പോ എനിക്ക് TV ഓർമ്മ വരും.
പേരെന്തായിരുന്നു? ബ്രോക്കൺ. ഏത് ബ്രോക്കൺ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണ്? പണ്ടേ പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ? എന്ത് സാധനം പണ്ടുണ്ടേ? അതറിയത്തില്ല ബ്രോ, ഞാൻ ബ്രോക്കൺ. ഓ ബ്രോ പണ്ട് ചെവിക്ക് പ്രശ്നമില്ല. ചെവി പണ്ട് വരെ അടികൊണ്ടിട്ട് പ്രശ്നമായിരിക്കും. അല്ലല്ല വിടു നിങ്ങൾ പറ. പണ്ടത്തെ ബ്രോക്കൺ ആയിരിക്കും ബ്രോ, അറിയത്തില്ല. ചോദിച്ചല്ലേ ഉള്ളൂ. അത് അറിയത്തില്ല, പണ്ടത്തെ ബ്രോക്കൺ ബ്രോക്കൺ ആണോന്ന് അറിയത്തില്ല. അതെ നമ്മള് പണ്ട് ടീച്ചറിൽ കുറെ അടികൊണ്ട ബ്രോക്കൺ ഞാൻ ചോദിച്ചത്. പേരെന്താ ബ്രോന്റെ പേരെന്താ? എന്റെ ലോലൻ. എന്താ ബെല്ലാരി അടി ഉണ്ടല്ലോ കാണാ? എന്നെ ബെല്ലാരിൽ എപ്പ അടിച്ച്? നീ നിന്റെ സാമാനം അടി കൊണ്ട് കല്ലിച്ചിരിക്കല്ലോ നീ. അടി വാങ്ങി കല്ലിച്ചിരിക്കല്ലോ നീ. ലോലിനോട് പറയണേ, മൂട്ടിലത്തെ ഷോപ്പ് കാണാത്തമാരൊക്കെ വന്ന് കുണയ്ക്കുന്നു. ഈ 3 മാസത്തിനുള്ളിൽ 5 പ്രാവശ്യം അടിയുണ്ട്. പൊട്ടാണ് എടാ, നമുക്ക് ആ സാധനം ഉള്ളതുകൊണ്ട് ഇതിന്റെ മറ്റേ ബ്രോക്കൺ പറഞ്ഞ തന്നെ സാമാനം 5 പ്രാവശ്യം അടിച്ച് പൊളിച്ചോണ്ടാണ് അവൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി പിന്നെ MRC കയറി. മണിയൊക്കെ ഇപ്പൊ അടിച്ച് പൊട്ടിക്കും. ഹലോ ബ്രോ, അവൻ വന്ന് മറ്റേ മുട്ടായി കൊണ്ടടിച്ച് നമ്മൾ നോക്കിക്കണ പറഞ്ഞ എന്താ? ഗോകുലിയൊക്കെ മെസ്സ് കേട്ടാ. ഞങ്ങള് ഗ്യാങ്ങാ, ഞങ്ങളുടെ വന്ന് കുളത്തെ തല്ല് കിടത്തേ ഉള്ളത്. ഇവര് ഈ സിറ്റുവേഷനിൽ നിന്ന് മെമ്പേഴ്സിന് സോൾവ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയണം. ഞാൻ പിന്നെ ഒന്നും ചെയ്യല്ല. ഇത് ബൊബോയിന്റെ തീരാണ് എന്റെ ഫേവറേറ്റ്. ശ്രദ്ധിച്ചിരിക്കണം. കേട്ടാ ആ മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടാ. രണ്ടുപേരും അങ്ങോട്ട് 2 മെമ്പേഴ്സ് ഭയങ്കര ട്രിഗേർഡ് ആയിട്ടിരിക്കണം. നമുക്കറിയാം. അപ്പുക്കുട്ടന്റെ ഗിഫ്റ്റ് അപ്പുക്കുട്ടന്റെ കയ്യിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. അപ്പുക്കുട്ടന്റെ ഗിഫ്റ്റ് അപ്പുക്കുട്ടന്റെ കയ്യിൽ ഉടനെ എത്തും. ദാറ്റ്സ് ഇറ്റ്. കണ്ടെത്തിയിട്ടാണ് പട്ടി. എന്റെ പൊന്നോ, ഇത് അവ 10 എന്നെ കാണിച്ചപ്പോണ്ടല്ലോ എന്റെ കിളി പോയി. ഈ സീൻ ഇത് എന്ത് സാധനമല്ലേ അത്? അടിയളിയാ പാട്ടിന്റെ ഒക്കെ കേറി നിക്കുവായിരുന്നല്ലോ. ഇപ്പൊ എന്താ WL ഒന്നും കാണാത്തെ? ഇത്ര ഐറ്റങ്ങളൊക്കെ ചെയ്യുന്നവനോടാണ് നിങ്ങള് എന്താണ് ലേറ്റ് ആവുന്നതെന്ന് ചോദിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്ത് എഫേർട്ടായിരിക്കുമല്ലോ അവൻ ഇതിനകത്ത് ഇടണത്. പുല്ല് നിന്നെ ഞാൻ മുട്ട ഞാൻ ഇവിടെ തൊടണം. കക്കൂസം കഴിയും മനസ്സിലായോ? മുട്ട കഴിച്ചിട്ട് ഇവിടെ തൊള്ളാം. നിന്നെ നോക്കിക്കോ. അല്ല
അല്ലല്ല ഈ സീൻ ഞാൻ ഒരു കാര്യം പറയാം കേസ്, ഇതിനകത്ത് ഇങ്ങനെ ഒരു സീൻ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ പറയുവാണേ, അന്ന് ഞാൻ ഭയങ്കര ട്രിഗേർഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെ റിപ്ലൈ പറയത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം ഞാൻ വളരെ സമാധാനത്തോടെ പറയാം, സമാധാനത്തോടെ കേൾക്കണം. അതായത് ഈ ഫാൽക്കൺ എന്ന് പറയുന്ന ആള് ശരിക്കും പറഞ്ഞാൽ ഈ ടെക്സാസ് എന്ന് പറയുന്ന ഗ്യാങ്ങും ഞങ്ങളെ ഒറ്റ വട്ടം മാത്രമേ അടിച്ചിട്ടുള്ളൂ, ഒറ്റ വട്ടം. അല്ലാതെ ഇവർക്ക് ലെഗസി അണ്ടിയൊന്നും ഇല്ല, മനസ്സിലായ? നമ്മൾ നോർമലി ആ സമയത്ത് ഉണ്ടായിരുന്നത് പോലെ ഒരു വട്ടം നമ്മൾ ഇവരോട് തോറ്റിട്ടുണ്ട്. തിരിച്ച് അതേപോലെ 2 വാർ അടിച്ച് തോപ്പിച്ചിട്ടുമുണ്ട്. നമ്മൾ ബോഗിലും ഇത് ടർഫും എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജയിച്ചത് TV-യെ. അപ്പം ലെഗസി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. നോർമലി നമ്മളൊരു സിറ്റുവേഷൻ തോറ്റു, ആ സിറ്റുവേഷനിലെ സിനിമാറ്റിക്സിൽ ഇവൻ ഞാൻ തറയിൽ കിടന്ന് എഴയുന്ന സിനിമാറ്റിക്സ് ആഡ് ചെയ്ത് അതിനാണ് ഇവന് കൊടുത്തത്. അത് വീണ്ടും കറണ്ട് സെനാറിയോയിൽ അത് എടുത്ത് വെച്ചിട്ട് അവരാധിച്ചുകൊണ്ടാണ് ഈ സാധനം നമ്മൾ റീക്രിയേറ്റ് ചെയ്തത്, മനസ്സിലായോ? അല്ലാതെ അതൊരു തീട്ടം ഗ്യാങ്. അതൊരു പറയടാ, മറ്റേ വിളിച്ചതും എന്ത് ചോക്കി ഫാൽക്കൺ പറഞ്ഞില്ലേ? ഇല്ല അതൊക്കെ അത് വിട്ടോ ചോക്കി. അതൊരു ഒരു കൂട്ടം കണ്ടികൾ, അതായത് ഒരു കൂട്ടം കണ്ടികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ഗ്യാങ് ആണ് ഈ ടെക്സാസ് എന്ന് പറയുന്നത്, മനസ്സിലായോ? അല്ലാതെ അവർക്ക് ലെഗസി ഒന്നുമില്ല. മറ്റേ ഓസ്തിയും നാട്ടുകാരുടെ ഓസ്തിയും നാട്ടുകാരുടെ മറ്റേ ഈ ശരിക്കുള്ള അയൽക്കൂട്ടം ഇല്ലേ, അതായത് ഈ പറഞ്ഞതുപോലെ ഈഗിൾ ബ്രേക്കപ്പ് ആയി, അതെങ്ങനെയാണെന്ന് അറിയാമോ നിനക്ക്? അതെങ്ങനെയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഈഗിള് വേറൊരു പെങ്കൊച്ചിനെ കൊണ്ട് പോയത് അവള് കണ്ടുപിടിച്ച്, അതുകൊണ്ടാണ് ഈഗിൾ ബ്രേക്കപ്പ് ആയത്. ഇതൊന്നും ആർക്കും പുറത്ത് പറയല്ലേ പ്രശ്നം. ഇങ്ങനെ പറഞ്ഞ കണ്ടികൾ ടെക്സാസിലുണ്ട്, എനിക്ക് അറിയാമോ? അല്ല എനിക്കത് അറിയാം ആരൊക്കെയാണെന്ന്. പക്ഷെ ഇതൊന്നും എനിക്ക് വെറി പറയേണ്ട ആവശ്യമില്ല. ഇവന്മാരുടെ വിചാരം എന്തോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിൾ ഇങ്ങനെ ബ്രേക്കപ്പ് ആയോ, അത് വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും, മനസ്സിലായി? ഇങ്ങനത്തെ സാധനങ്ങൾ ഉള്ള ഒരു കൂട്ടം കണ്ടികൾ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്യാങ് ആയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞില്ല, പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ ഫ്രാങ്കിനെ പോലത്തെ കുടുംബശ്രീ കണ്ടിത്തീട്ടങ്ങൾ ഉണ്ടായിരുന്ന ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പട്ടിത്തീട്ടം ഗ്യാങ് ആണ് ഈ പറയുന്ന ടെക്സാസ്. നമുക്ക് അവന്മാരുടെ അടുത്ത് അങ്ങനെ വലിയ ഈ ഓസി ഒക്കെ പറഞ്ഞതിന്റെ ഫ്രസ്ട്രേഷനേ ഉള്ളൂ, അല്ലാതെ ഇവന്മാരെ അടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഫ്രസ്ട്രേഷൻ നമുക്കില്ല. ആവശ്യത്തിന് തല്ലുകൊണ്ടാവുമാരാ, ആവശ്യത്തിന് സിറ്റിസൺ ആയിട്ടും പലവട്ടം അല്ലാതെ എല്ലാം നല്ല രീതിയിൽ തല്ലുകൊണ്ട തീട്ടങ്ങൾ മാത്രം യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്യാങ് ആണ് ഈ ടെക്സാസ്. എന്നിട്ട് നമ്മളെ ഇരുന്ന് ഇങ്ങനെ അപരാധം പറഞ്ഞിട്ട് നക്കി വരും, അണ്ണാ ഒരു സ്ലോട്ട് ഒന്ന് കൺസിഡർ ചെയ്യണേ അണ്ണാ എന്ന് പറഞ്ഞ് വരും. അങ്ങനെയുള്ളവന്മാരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് തന്തയ്ക്ക് വിളിച്ചോ തള്ളയ്ക്ക് വിളിച്ചോ, അവൻ ആ സ്റ്റാൻഡിൽ നിൽക്കുക, അല്ല നമ്മളെ കാണുമ്പോ അയ്യോ ഇങ്ങനെ നിൽക്കും. അതാണ് എനിക്ക് അത് പറ്റത്തില്ല എനിക്ക്, അതെനിക്ക് ഇഷ്ടമല്ല. ഈ നേരെ നോക്ക്, നമ്മളെ കാണുന്ന സമയത്ത് നമ്മുടെ അടുത്ത് നേരെ വന്നൊന്ന് ഒരു ഓക്കെ നീ ഇന്നതുപോലെ ആണ് എന്നുള്ള രീതിയിൽ സ്റ്റാൻഡിൽ നിൽക്കുന്നവരാണെ ഓക്കെ ഗൈസ്. പിന്നെ ഈ കാണുമ്പോ അണ്ണാന്ന് വിളിച്ചിട്ട് മാറി നിന്ന് കുണ്ണേന്ന് വിളിക്കുന്നവന്മാരെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പൊ ആ ഒരു സാധനം വലിച്ച് ഇതിനകത്തോട്ട് ഇട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഫാൽക്കൺ അങ്ങനെ ഒരു സാധനം കൊടുത്തത്. ഞാൻ കക്കൂസ് കഴിവിക്കേണ്ടെന്ന് പറഞ്ഞതാ, പിന്നെ പുള്ളി ഓവർ സ്മാർട്ട് കാണിച്ചപ്പം ഇവന്മാർ കൊണ്ടുപോയിട്ട് കഴിപ്പിച്ചാണ്, മനസ്സിലായോ? ഈ ടെക്സാസ് എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ ഒരു ലെഗസി അണ്ടിയൊന്നും ഇല്ല, മനസ്സിലായ? ആ ഒരു സാധനം അവർക്ക് അങ്ങനത്തെ ഒരു സാധനമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് അതിന്റെ ഫ്രസ്ട്രേഷൻ അങ്ങനൊന്നും അല്ല. അത് ഇവൻ റീസെന്റ് പഴയ ക്ലിപ്പ്, അതും സംഭവിക്കാത്ത ഒരു കാര്യം എടുത്തു വെച്ച് ഇതാക്കിയോണ്ടാണ് നമ്മൾ ഇട്ടത്, അത് മനസ്സിലാക്കും. ഇപ്പൊ ബുദ്ധിയില്ലാത്ത സ്രാങ്ക് എന്ത് ചെയ്യുന്ന അറിയോ? ഇതിനകത്ത് വന്ന് ക്ലിപ്പ് ചെയ്തോണ്ട് പോവാ എന്റെ സ്വന്തം അക്കൗണ്ടിൽ വന്നിട്ട്. അപ്പൊ എഴുതി കാണിക്കും സ്രാങ്ക് ഹാസ് ബീൻ ക്ലിപ്പിടെന്ന് പറഞ്ഞിട്ട്. വേറെ 2 സ്ഥലത്ത് വന്നിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഉദ്ദേശിച്ചത്. അതിനെങ്ങനെ ഊരി വിട്ടോണ്ടിരിക്കല്ലേ, പിന്നെ എങ്ങനെ നീ വല്ല ഈ ഗെയിമിനകത്ത് ഓസ്തി പറയുന്നവന്മാരുടെ എനിക്ക് ദേഷ്യം ഇവനൊക്കെ കാണുമ്പോഴേ. അതുകൊണ്ടാണ് ഞാൻ ഇവനൊക്കെ പേര് പറഞ്ഞ് അവരാധിക്കണം, പറയാതിരിക്കാം. എനിക്ക് ദേഷ്യം അത് കേൾക്കണത്. ഈ കളി നോക്കുമ്പോ മാത്രം പുറത്തുള്ള സാധനം തപ്പി പിടിച്ചോണ്ട് വരുന്ന കണ്ടികളെ ഞാൻ എന്ത് പറയണം? പിന്നെ നിങ്ങൾ തന്നെ പറ, ഒരു ലിമിറ്റ് ഇല്ലേ അതിനൊക്കെ? ട്രാൻസിഷൻ നോക്കി ഞാൻ വേറെ 2 സ്ഥലത്ത് വന്നിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഉദ്ദേശിച്ചത്. അതിനെങ്ങനെ ഊരി വിട്ടോണ്ടിരിക്കല്ലേ, പിന്നെ എങ്ങനെ നീ വല്ല നമ്മളെല്ലാരും ഇറങ്ങിത്തരാം.
എന്തിന് വീടിനടുത്ത് വീട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്ത് നിനക്ക് ശിക്ഷ ക്ലാസ് തല്ലുള്ളി പറയാതിരിക്കാൻ വയ്യ. ഒരു മാടക്കടി മാടക്കടി മാത നിനക്ക് ശിക്ഷ പഠിച്ചറിഞ്ഞല്ലേ തല്ലല്ലേ ആത്തോണ്ണ പിന്നെന്താ എന്നോട് ഇങ്ങനെ ചെയ്തിട്ട് വീടിനടുത്ത് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാ KV TV പ്രശ്നമില്ലാതെ പോകണം എന്നുള്ളത്. പിന്നെ ഇവിടെ വരുന്നാണ്ട് നമ്മളത് മാക്സിമം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഒരു സ്ലോ ഇൻജക്റ്റിംഗ് ടൈപ്പ് ഓഫ് പരിപാടികൾ വേണ്ട. ഉണ്ണിയമ്മേ കുമ്പടി വന്നു. MRC വേഴ്സസ് TVA. ബാങ്ക് പൊട്ടിച്ച് എത്ര വരാ കുറെ പേര്. ഹൈഗ്രൗണ്ട് വിട്ട് കളയാൻ, ഹൈഗ്രൗണ്ട് വിട്ട് കളിക്കണ്ട. അവന്മാര് വാറൊക്കെ ഒന്ന് ജയിച്ചോട്ടെ, അവരെ കൊണയൊന്നും ആയിരിക്കില്ല. അടുത്ത് വാറിന് സംഭവം ഒന്നാണ് കൊണക്കാത്തത്. അത് റെസ്പെക്റ്റും പറയൊന്നുമല്ല, അത് നിങ്ങളെ തോന്നല. അത് വളരെ ചുരുക്കം പേര് മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. നമ്മുടെ POVയില് കൊണച്ചില്ലെന്ന് പറയണത് വെറുതെയാണ് കേസ്. നല്ലപോലെ കൊണച്ച്, പ്രത്യേകിച്ച് ഈ ശബ്ദമുള്ള ആരാന്ന് വെച്ചാൽ മണിയും ഇതല്ല, ഇവനാണ് ഏറ്റവും കൂടുതൽ കൊണച്ചത് കൂട്ടത്തില്. കുറെ പറഞ്ഞായിരുന്നു അത്. ആ ഒരു സ്ട്രീം അവര് പ്രൈവറ്റ് ആക്കിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് വേറെ ഇതൊന്നും നമുക്കത് പ്രശ്നമൊന്നുമില്ല, ഞാൻ പറയുവാണ്. പക്ഷെ കൊണച്ചില്ലെന്ന് പറയരുത്. കൊണച്ച് നല്ല രീതിയിൽ കൊണച്ച് അവിടെ കിടന്ന ബോഡിയുള്ള എല്ലാവരുടെയും POVയിൽ അതുണ്ട്. മണിയും ടോക്സ് ചെയ്യും, മനസ്സിലായോ? ഗണ്ണ് മാത്രല്ല ടോക്സ് ചെയ്യാ, മണിയും ടോക്സ് ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടായിട്ടുള്ളൂ 2.5 മാസം. അത് ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ കുറച്ച് കൂടി പോകും. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ മൈൻഡ്ഫോക്കായിട്ട് കളിച്ചിട്ട് തോറ്റോണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രഷറോടെ വരും. എനിക്ക് പറ്റണല്ലോ അത്. മെയിനായിട്ട് ആദ്യമേ തന്നെ പറയാം, 12 പേരാണ് TV ഇപ്പം ഇറങ്ങിയേക്കുന്നത്. ആക്ച്വലി എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ ഇപ്പം? 4 പേരേ ഉള്ളു അവിടെ വെൽക്കം ചെയ്യാൻ. നിങ്ങളത് കണ്ടാ? എനിക്കത് കണ്ട വിഷമം കാരണം. എനിക്ക് നല്ല വിഷമമായി, സത്യമായിട്ട് നല്ല വിഷമമായി. പറയാതിരിക്കാൻ വയ്യ, എനിക്ക് നല്ല വിഷമമായി. ഈഗോ എന്തിനു കാണിക്കണം? ഞാൻ എത്ര കൂടെ വന്നാൽ അടുത്ത് എന്ത് ഈഗോ കാണിക്കണം? ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞ വട്ടം ചെയ്യാൻ പറ്റില്ല. അത് ഇത് ഫുള്ള് അപ്പാപ്പിനെ സെറ്റ് ചെയ്തത്. പറ്റുന്നില്ല, കൽപ്പങ്ങൾ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇത്ര നാൾ ഇവിടെ കൊണ്ടുവരാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് സ്വന്തം അനിയനെ പോലെ നോക്കിയേനെ എന്ന് എന്നോട് പറഞ്ഞതിൻ്റെ അന്ന് ഇവിടെ നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വരും. അല്ലാതെ പിന്നെ ആര്? ബ്രോ MR സെറ്റിൽ വിറ്റാൽ MR സെറ്റിൽ ഓരോന്ന് എന്ത് പറ്റിയണ്ണ ഒറ്റയ്ക്ക് ഇരിക്കുന്നു? എന്ത് പറ്റിയണ്ണ? ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഒരു ഗ്യാങ്ങിലല്ല, നിങ്ങൾ അധികം മനസ്സിലാക്കി. ഞാൻ നിൽക്കുന്ന ഒരു ഫാമിലി പറഞ്ഞ. എനിക്കിത് ഗ്യാങ് ആയിട്ട് ഇതുവരെയായിട്ട് തോന്നുന്നില്ല. എനിക്കിതൊരു ഫാമിലി ആയിട്ട് തോന്നുന്നു. ഞാൻ ഇവിടെ കയറിയപ്പോ എനിക്ക് വന്ന മാറ്റവും വേറെ മുമ്പുണ്ടായ മാറ്റവും ഒക്കെ വേറെയാണ്. അപ്പൊ അതിപ്പോ
പാസ്വേഡിനെ ഇറക്കി വിടാണ്ടല്ലാണ്ട് ഞാൻ ഈ അരി മേടിക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് നിന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ഇതാണ്. സോ വേറെ ക്യാരക്ടർ ഒന്നുമില്ല. ഐ വിൽ ബി കണ്ടിന്യൂ TV. മ്യൂസിക് ഒക്കെ എവിടുന്ന് വരും? നമ്മൾ റെഡിയാ എന്നൊക്കെ അല്ല പിള്ളേരൊക്കെ ഇറങ്ങി അല്ല നിങ്ങളെ ഉണ്ട് നമ്മുടെ എല്ലാരും ഇറങ്ങി ചന്ദ്ര. എടാ അവര് ഇറങ്ങിന്ന് പറയുന്നത് നമ്മളാണ് തോറ്റത്. നമ്മുടെ ചോയ്സാണ് വാർ അടിക്കണോ വേണ്ടെന്നുള്ളത്. ഇന്നും കടിച്ച് തീർക്കാം. ഈ മൂടി തന്നെ പോയി അടിക്കണം. എന്നാ കേറിക്കോ. അത് കൊള്ളാനാണ്. പിന്നെന്താ ഇവര് അക്സെപ്റ്റ് ചെയ്തിട്ട് വാർ അക്സെപ്റ്റ് ചെയ്ത് ഇത്ര സമയത്തിനുള്ള റോക്ക് ഷൂട്ടിൽ കയറണം എന്നൊക്കെ ഉണ്ട്. ഒന്ന് ദൈവത്തിന് വിളിക്കാം. നിങ്ങൾ മൂവിങ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഗാങ്ങിനെതിരെ ആക്ഷൻ വരുവതില്ലേ. നല്ല സ്പീഡിൽ പോണല്ലേ വണ്ടി. എന്താ ഇങ്ങനെ ചെയ്യാനുള്ള ഇന്റൻഷൻ എന്താണ് ഞാൻ ഇങ്ങനെ പറയുണ്ടായിട്ടൊന്നും കാര്യമില്ല, നമുക്ക് അടിക്കണമെന്നാരാ. ഈ സിറ്റുവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡ് നോക്കണം. അതായത് ഇപ്പൊ ഡൗൺ ആയ ടീമാണ് ഇങ്ങനെ ഡിലേ ആക്കി കയറാണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ എന്ന് പറയുന്നത് ജയിച്ച് നിൽക്കുന്ന ടീമാണ് ഇങ്ങനെ കയറിപ്പോയിട്ടുള്ളത്, ഇപ്പൊ ഇങ്ങനെ ഡിലേ ആയിട്ടുള്ളത്. സോ അതിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ പറ്റത്തുള്ളൂ. ഇന്റൻഷണൽ ഊമ്പിയല്ല കളിച്ചിട്ട് പോടാ മൈരെ. തോറ്റാൽ ജയിച്ചാൽ കുഴപ്പമില്ല, കളിച്ചിട്ട് പോകാം. ഇവിടുന്ന് കുത്തിയടിച്ച് ഇത് VC-ലിരുന്ന് കണ്ടതിന്റെ ആ ഒരു ലൈവ് കണ്ടതിന്റെ, ഹരിയുടെ ലൈവ് കണ്ട ഒരാൾക്കും ഈ സിറ്റുവേഷന്റെ ഹീറ്റ് അവർക്ക് മറന്നു പോകില്ല. അവരാരും ഹരിയുടെ POV അന്നത്തെ ദിവസം കണ്ടവര്, ഹരിയുടെ ലൈവ് കണ്ടവരൊക്കെ ഇത് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പാർട്ട് ഫ്രം എ വാർ ക്ലിപ്പ്, ഇത് എന്തായിരുന്നു അഡ്രാനൽ റഷ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന എനിക്ക് മനസ്സിലായത് അന്നാ ശരിക്കും. TV കയറി കളിക്കുന്നുണ്ട്. നമ്മുടെ ബാക്ക് സൈഡിലുള്ളവരൊക്കെ പോയി ജോക്കിയാണോ? ഇവിടെ എന്തുവാ സംഭവിച്ചേ? ഒന്നുമില്ല ജോക്കി, ഒന്നുമില്ല. ഞാൻ കുറച്ച് പഴയ കാര്യങ്ങൾ പറഞ്ഞു. ടെസ്റ്റർ അവിടെ 4 പിക്ക് എടുത്തു, 4 പിക്ക് വീട്ടിലൊക്കെ ഉണ്ട്. ഒരു ടെസ്റ്ററിന്റെ 5ാമത്തെ പിക്ക്. കളിച്ചു നിങ്ങൾ ആരും നോട്ടീസ് ചെയ്യാത്തൊരു വലിയ കാര്യം ഇവിടെ സംഭവിച്ചായിരുന്നു. ഇവിടെ ഇറ്റാച്ചി വന്ന് കുത്തി ഒരു പിക്ക് എടുത്തു തിരിച്ചുപോയി. നിങ്ങൾ പറഞ്ഞില്ലേ ഇതിനകത്ത് വെൽക്കം ബാക്ക് രായനും നീലിനും മാത്രമേ കൊടുത്തുള്ളൂ. എന്താ പറ്റിപ്പോയെന്ന് പറയട്ടെ, ഇറ്റാച്ചിക്കുടെ വെൽക്കം ബാക്ക് ഇവിടെ ആയിരുന്നു ഇടാ വെച്ചിരുന്നത്. ഇവിടെ ഒരു ടെംപ്ലേറ്റ് കൊടുക്കാനായിരുന്നു, മനസ്സിലായ? അവൻ എന്തോ ഒരു സാധനം മിസ്സായി പോയി എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട സമയത്ത് ആ സാധനം എന്താന്ന് വെച്ചാൽ അത് ഇതായിരുന്നു. അവന് വെൽക്കം ഇടാൻ വെച്ചിരുന്നത് ഇവിടെ ആയിരുന്നു ഇറ്റാച്ചിയെ. ആ സാധനം വിട്ടുപോയി. വണ്ടി എടുത്ത് തിരിച്ചു വണ്ടി കയറി തിരിച്ച് മറിച്ചിട്ട് വീണ്ടും മലയിലേക്ക് വരുന്നുണ്ട്. TV നല്ല രീതിക്ക് അത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവർ ടാറ്റിക്കായിട്ട് കളിക്കുന്നവർ തിരിച്ച് ഇവർ മറ്റേ ഈ മലയുടെ ഏരിയയിലേക്ക് കയറി വന്നിട്ടുണ്ട്. അവര് വണ്ടി അത് കുഴപ്പമില്ല, എന്റെ കൂടെ തിരിച്ച് ഞാൻ പറഞ്ഞു തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇങ്ങോട്ട് വരെ പോയിട്ട് തിരിച്ച് നമ്മൾ കുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ, ഈ മാർക്ക് കാണുന്നുണ്ടോ? നമ്മൾ അങ്ങ് വരെ പോയിട്ട് എല്ലാ വണ്ടി അങ്ങ് വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് എടുത്തു കേട്ടോ. വാ
മണിയും ടോക്സ് ചെയ്യും, മനസ്സിലായോ? ഗണ്ണ് മാത്രല്ല ടോക്സ് ചെയ്യാ, മണിയും ടോക്സ് ചെയ്യും. പണിയല്ലടാ, സ്കിൽ ടോക്സ്. സ്കിൽ. Question is, do they have the car? We have the driver. അമരോടണം. ഓടട്ടെ. തിരിച്ച് കുത്തിക്കോ. ഞാൻ പറഞ്ഞത് കുത്തി അടിയാ. ആ ബാക്ക്ഗ്രൗണ്ടിലെ പാട്ട് പ്ലെയറാണ് കേട്ടോ. മനസ്സിലായി? മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി കൊത്തിനാ. മണിയൊക്കെ നിന്റെ വീട്ടിൽ മനസ്സിലാടാ. മനസ്സിലായി? മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി കൊത്തിനാ. മണിയൊക്കെ നിന്റെ വീട്ടിൽ മനസ്സിലാടാ. ഞാൻ ചെയ്യുന്ന സ്ലീപ്പകളെ മോനെ ടീവേനെ അടിക്കണം, അടിച്ചിരിക്കണം. ഈ ലാസ്റ്റ് 10 മിനിറ്റിനുള്ള ഈ ഒരു ലാസ്റ്റ് ഒരു 10 മിനിറ്റിന് ഒടുക്കത്തെ ഫാൻ ബേസ് ആയിരുന്നു കമന്റ് സെക്ഷനിൽ. അതിനകത്ത് യൂട്യൂബിൽ അത് എനിക്ക് അനലറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് പ്ലേ ചെയ്ത ഏരിയ ഇതും ഇതിന് മുമ്പത്തെ ആ സീനുമാണ്. ഇവിടെ പുതിയതായിട്ട് വന്നതാണല്ലേ, അപ്പോ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയാന്ന് വിചാരിക്കുന്നു. കൂടുതൽ അങ്ങോട്ട് വഹിക്കാണ്ട് ഷൗട്ടിക്സിന്റെ ശബ്ദമായിട്ടത് അതങ്ങ് ഊരി വെച്ചാണ്ട് തുടങ്ങിയേക്ക. உன் தம்பியோட தலை துண்டாயிடுச்சு, அடுத்தது உன் தலைதான். കാർലോനെ എക്സ്പെക്ട് ചെയ്തില്ലെന്നോ? അത് എന്റെ ഐഡിയ ആയിരുന്നു ഷോട്ടക്സ്. അത് അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞതാ. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഇവനോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മെയിൻ ഒരു കാര്യം അതാണ്, KVAക്ക് നല്ലൊരു ഇൻവോൾവ്മെന്റ് ഈ ഒരു വീഡിയോക്കകത്ത് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ ഷോട്ടക്സിന്റെ അടുത്ത്. അവനത് കറക്റ്റ് സ്ഥലത്ത് പെർഫെക്റ്റ് ആയിട്ട് വേണ്ടടുത്ത് പ്ലേസ് ചെയ്ത്. അതാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും പറഞ്ഞ ആ സോങ് സെലക്ഷനും ആ ഒരു പ്ലേസ്മെന്റുമാണ് അത്രയും കിടിലോ ആയത്. അവിടെ ഒരാളെ സ്ക്രീനിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒരാളെ സ്ക്രീനിൽ ഓറഫാം ചെയ്യുന്നുണ്ടോ? വെയിലത്ത് കിടക്കണം, ചൂട് സമയത്ത്. നോക്കണം. என்னதான் அடிச்சுக்கிட்டாலும் பிரச்சனைன்னு வந்துட்டா 2 பேரும் ஒண்ணு சேர்ந்துருவாங்க. நம்பிக்கை ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും ആലോചിച്ചൊരു സമയമുണ്ട്. എന്റെ ആഗ്രഹം എന്താ പറയാ ഗൈസ്, നിങ്ങൾ TVA ഫാൻസിനെ എല്ലാരും കൂടെ വിളിച്ച് ഇതുപോലൊരു വീഡിയോ തിയേറ്ററിൽ പ്ലേ ചെയ്യണം. ഇതുപോലത്തെ ഒരു വീഡിയോ, അതിൽ റൂൾസ് ചെയ്ത് തുടങ്ങി റൂൾസ് പ്ലേ ചെയ്യണം. ഇങ്ങനത്തെ നമ്മൾ സെലക്ട് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ, അതെടുത്തൊരു തിയേറ്ററിൽ TVA ഫാൻസിനെ മാത്രം വിളിച്ചുകൊണ്ട് പ്ലേ ചെയ്യണം. എന്നിട്ടൊരു ലാസ്റ്റിലൊരു നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്ക്ലൂസീവ് വീഡിയോയും. അയ്യോ, അതെന്റെ ഒരു ഡ്രീം. എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. എനിക്ക് കാണണമെന്ന് ഒരു നല്ലൊരു തിയേറ്ററിൽ സോർട്ട് ചെയ്ത് ഈ ലൈവ് കാണുന്ന ആൾക്കാരെ മാത്രം വിളിച്ച് നടത്തണമെന്നൊരു എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സാധനമാണത്. അപ്പൊ ആ സമയത്ത് ഇന്ന് കരകയറ്റാൻ വേണ്ടി വന്നത് അപ്പാപ്പനാണ് മെയിനായിട്ട്. അപ്പൊ ലൈക്ക് നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരു റൂൾസ് വേണം ഉണ്ടാകുന്നത്. എടാ,
ഞാൻ ഒരു കാര്യം പറയാമല്ലോ, ഫ്രണ്ട്ലി ആയാൽ പോലും ഉണ്ടല്ലോ, റൂൾസ് എന്ന് പറയുന്ന ഒരു വീഡിയോയ്ക്ക് ഒരു വേറെ ലെവല് ഫാൻ ബേസാ. ഞാൻ പറയണേ, അന്നത്തെ നമ്മുടെ പേഴ്സണലിലുള്ള ഗ്രഡ്ജൊക്കെ വിട്ടോ, എപ്പാർട്ട് ഫ്രം ഗെയിമിനകത്ത് ആ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഇപ്പോഴും പറയാം, അത് എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തതിൽ വൺ ഓഫ് ദി എന്റെ പേഴ്സണൽ ഫേവറേറ്റ് വീഡിയോ റൂൾസാ. പിന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റൈസ് ആണ്. റൈസ് അല്ലേടാ നമ്മള് മറ്റേ സ്റ്റോറി ചെയ്തത്? അതെ അതെ, അതിന്റെ കാര്യം ഇവിടെ പറയാം കേസ്, ഇത് കഴിഞ്ഞാൽ TV എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ട് പോകത്തില്ല. TV മാത്രമാണ് ആസ് ഓഫ് നൗ ഇപ്പോൾ ബ്രദർഹുഡായിട്ടും അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന രീതിയിൽ വരുള്ളൂ. ரெண்டு அவதாரத்தை மட்டும்தான் பார்த்திருக்கேன். கடைசி அவதாரம் என்னன்னு தெரியுமா? கல்கி அவதாரம். ടൈമായി. நீ படிச்ச ஸ்கூல்ல நான் ஹெட் மாஸ்டர்ரா. ട്രൈ ചെയ്യാം, ആർക്കാണോ നമ്മളെ വീഴ്ത്താനായിട്ട്. നിങ്ങൾ തന്നെ മടുക്കും ഒരു പോയിന്റ് എത്തുമ്പോ, കാരണം നടക്കൂല. നോൺ ക്യാൻ റീപ്ലേസ് TV. തമിഴിലാണോ എഴുതിയേക്കുന്നത് അതോ ലോകം? അല്ലല്ല, മലയാളത്തിൽ തന്നെ. நம்ம கண்ணு முன்னாடி வந்து நின்னாலும் நம்ம கெத்த மட்டும் விட்டு கொடுக்கவே கூடாது. അവിടെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. തമിഴാണോ എഴുതിയേക്കുന്നത്? തമിഴാണോടാ? തമിഴല്ല, അത് AI വെച്ച് ചെയ്യുമ്പോ അങ്ങനെയാ.